2. അതുപോലെ പ്രൊഡക്റ്റ് ഈക്വൽ ടു -8 ആണ്. ഇവിടെ നമുക്കിവിടെ എക്സ് മൈനസ് 4ഉം എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ ക്വാഡ്രാറ്റിക്. ഹായ്, ഇന്നത്തെ വീഡിയോ പോളിനോമിയലിനെ കുറിച്ച്. CBSE 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പോളിനോമിയൽസ്. അപ്പോൾ പോളിനോമിയൽസ് ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ്, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ്, സൊല്യൂഷൻസ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓരോരോ വീഡിയോ ആയിട്ട് ഓരോ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. വീഡിയോ തുറന്ന് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോയിഫിഷ്യൻസ്. ഇവിടെ ഇക്വേഷനെ സോൾവ് ചെയ്ത്, അതായത് ഫാക്ടറൈസ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് സീറോസ് ഓഫ് പോളിനോമിയൽ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് പിന്നീട് തന്നെ വെരിഫൈ ചെയ്യുക. അത് ഇക്വേഷൻ ax² + bx + c എന്ന ഫോമിലുള്ള ഇക്വേഷനെ, ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അപ്പോൾ ax² + bx + c എന്ന ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് -b/aയും പ്രോഡക്റ്റ് c/aയും ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച എക്സിൻ്റെ വാല്യൂ വെച്ച് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: x² - 2x - 8. അപ്പോൾ നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിൽ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമ്മും പ്രൊഡക്റ്റും എഴുതി വെക്കാം. സം ഈക്വൽ ടു -2. അതുപോലെ പ്രൊഡക്റ്റ് ഈക്വൽ ടു -8 ആണ്. ഇവിടെ നമുക്ക് സമ്മ് -2 ആയിട്ടും പ്രൊഡക്റ്റ് -8 ആയിട്ടും കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ പ്രൊഡക്റ്റ് -8 ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നമ്പറും ഡിഫറെൻ്റ് സൈനുള്ള നമ്പേഴ്സ് ആയിരിക്കും. കാരണം ഡിഫറെൻ്റ് സൈനുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് മൈനസ് കിട്ടുക. അതുപോലെ ചിന്തിക്കേണ്ട കാര്യം, രണ്ട് ഡിഫറെൻ്റ് സൈനുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ചേർക്കുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ അഡീഷന് വരെ നമ്മൾ കിട്ടുന്ന നമ്പേഴ്സിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. അതേപോലെ അതിലെ വലിയ നമ്പറിൻ്റെ സൈൻ ആയിരിക്കും, അബ്സൊല്യൂട്ട് വാല്യൂ വലിയ നമ്പറിൻ്റെ സൈൻ ആയിരിക്കും ആൻസറിൽ വരിക. അപ്പോൾ വലിയ നമ്പറിന് നമ്മൾ മൈനസ് കൊടുക്കണം, കാരണം ഇവിടെ -2 ആണ് നമ്മുടെ സം. അപ്പോൾ നമുക്ക് രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം 8 കിട്ടാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ് 1 × 8 = 8 ആണ്. അപ്പോൾ ചിന്തിക്കുക, ഈ 1ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 അല്ല. ഇനി അടുത്ത നമ്പേഴ്സ് 2 × 4 = 8 ആണ്. ഇവിടെ സമ്മ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് സൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് അത് 2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. 2ഉം 4ഉം ആണ് നമ്മുടെ നമ്പേഴ്സ്. ഇനി അത് ഇക്വേഷനിൽ എഴുതുമ്പോൾ, ഇക്വേഷനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് x² മൈനസ്, ഇവിടുത്തെ 2ൻ്റെ സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് വലിയ നമ്പറിന് സമ്മിൻ്റെ സൈൻ മൈനസ് ആകുമ്പോൾ അബ്സൊല്യൂട്ട് വാല്യൂ വലിയ നമ്പറിന് മൈനസ് കൊടുക്കുക. അപ്പോൾ -2x എന്നുള്ളതിന് നമുക്ക് -4x + 2x എന്ന് മാറ്റി എഴുതി -8. അങ്ങനെ നമ്മൾ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ആദ്യത്തെ രണ്ട് ടേമിൻ്റെയും അടുത്ത രണ്ട് ടേമിൻ്റെയും അതിൽ നിന്നും കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ x² 4x കോമൺ ആയിട്ട് എക്സിനെ പുറത്തേക്ക് എടുത്തു. x × x² നിന്ന് x പോയി ഒരു x മൈനസ് 4x നിന്നും x പോയാൽ 4 പ്ലസ് ഇട്ടു. ഇതിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ കോമൺ ആയിട്ട് 2ലും 8ലും -8ലും കോമൺ ആയിട്ട് 2നെ പുറത്തേക്ക് എടുത്തു. 2 എടുത്തു ഇൻറ്റു ബ്രാക്കറ്റിൽ 2x നിന്ന് 2 പോയി, ബാക്കിയുള്ളത് x മൈനസ് -8ൽ നിന്നും 2 പോയി, പിന്നെ ഉള്ളത് 4. ഇനി ഇവിടെ ഈ രണ്ട് ടേമിനെ ചിന്തിക്കും. ഇവിടെ x - 4 എന്ന ടേം രണ്ടിലും കോമൺ ആണ്. അപ്പോൾ x - 4നെ പുറത്തേക്ക് എടുക്കുന്നു. x - 4 ഇൻറ്റു ബാക്കിയുള്ളത് ഇൻറ്റു x × x - 4ൽ നിന്നും x - 4 പോയി, ബാക്കിയുള്ളത് x പ്ലസ് 2 × x - 4ൽ നിന്നും x - 4നെ
കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ബാക്കിയുള്ളത് 2 ആയിരിക്കും. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ, ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റി എഴുതി. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്നാണ് എടുക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 4 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 4 ഓർ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0, അതായത് എക്സ് ഈസ് ഈക്വൽ ടു -2 എന്നും കിട്ടുന്നു. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ സീറോസ് 4 ആൻഡ് -2. ഇനി ഇക്വേഷനിലെ സമ്മ് നോക്കുക. ഇവിടെ സം എന്ന് പറയുന്നത് ഇക്വേഷനിലെ അത് -b/a ആയിരിക്കും, ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് ഇവിടെ 1 ഈക്വൽ ടു -2 2. സമ്മ് നമുക്കിവിടെ 2 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ സീറോസ്, അതിലെ സമ്മ് നമുക്ക് ചെയ്ത് നോക്കാം. സം ഈക്വൽ ടു നമുക്ക് കിട്ടിയ സീറോസ് 4ഉം -2 ആണ്, അതായത് 4 + -2 ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇക്വേഷനിലെ പ്രകാരം ആൽഫ ബീറ്റ എന്ന് വെച്ച് നമ്മൾ ചെയ്യുന്നത് അത് പ്രകാരം ഇക്വേഷനിലെ സം എന്ന് പറയുന്നത് -b/aയും പ്രോഡക്റ്റ് c/a ആണ്. അപ്പോൾ ഇക്വേഷനിലെ സം എടുത്ത് നോക്കിയാൽ -b/a നമുക്ക് 2 എന്ന് കിട്ടി. നമ്മൾ കണ്ടുപിടിച്ച സീറോസ്, ആ സീറോസിൻ്റെ സം എടുത്താലും 2 എന്ന് കിട്ടി. ഇനി പ്രോഡക്റ്റ് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ഈക്വൽ ടു നമുക്ക് c/a ആണ്, ഈക്വൽ ടു ഇവിടുത്തെ c എന്ന് പറയുന്നത് -8 ആണ്, -8 ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് 1 ആണ്, ഈക്വൽ ടു ആൻസർ -8 എന്ന് കിട്ടി. ഇനി വീണ്ടും നമ്മൾ കണ്ടുപിടിച്ച സീറോസിലെ പ്രോഡക്റ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 4ഉം -2 ആണ്, അതായത് 4 ഇൻറ്റു -2 ഈക്വൽ ടു -8. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തു. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4s² - 4s + 1 അത് നമുക്ക് ചെയ്ത് നോക്കാം. 4s² - 4s + 1. അപ്പോൾ ഇക്വേഷനിലെ സം ഈസ് ഈക്വൽ ടു -4 ആണ്. അതുപോലെ പ്രൊഡക്റ്റ് ഈക്വൽ ടു 4 ഇൻറ്റു 1, അതിലെ s² ടേം a എന്ന് പറയുന്ന ടേം 4 ആണ്. 4 ഇൻറ്റു 1 ആണ് നമ്മൾ പ്രൊഡക്റ്റ് നോക്കേണ്ടത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിൽ ചെയ്യുമ്പോൾ. 4 ഇൻറ്റു 1 4. ഇവിടുത്തെ സമ്മ് -4 ആണ്, പ്രൊഡക്റ്റ് +4 ആണ്. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, പ്രൊഡക്റ്റ് പോസിറ്റീവ് നമ്പർ കിട്ടുമ്പോൾ ഈ രണ്ട് നമ്പറും ഒരേ സൈനുള്ള നമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ സമ്മ് മൈനസ് ആണ്, അപ്പോൾ ഒരേ സൈനുള്ള നമ്പേഴ്സ് പ്ലസ് ചെയ്തപ്പോൾ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ സമ്മ് നമുക്ക് -സൈൻ ആണ് കിട്ടിയെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് നമ്പറും -സൈൻ ആയിരിക്കും. അതുപോലെ തന്നെ സെയിം സൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ കൂട്ടുക തന്നെയാണ് ചെയ്യേണ്ടത്, ഡിഫറൻസ് അല്ല കണ്ടുപിടിക്കും. 4 പ്രോഡക്റ്റ് കിട്ടുന്ന നമ്പേഴ്സിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം 4 കിട്ടാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ് 1 ഇൻറ്റു 4 ഈക്വൽ ടു 4 ആണ്. പക്ഷേ 1ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് 4 കിട്ടൂല. അപ്പോൾ അതല്ല, അടുത്ത് നോക്കാം. 2 ഇൻറ്റു 2 ഈക്വൽ ടു 4 ആണ്. 2ഉം 2ഉം കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ സമ്മ് 4 ആണ്. അപ്പോൾ പ്രോഡക്റ്റ് 4ഉം സമ്മ് 4ഉം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ്, അത് 2ഉം 2 ആണ്. അപ്പോൾ ഇവിടെ സമ്മ് -2 ആയതുകൊണ്ട് തന്നെ നമ്പേഴ്സ് രണ്ടും മൈനസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷനിലെ മാറ്റി എഴുതാം. ഇക്വേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഈക്വൽ ടു ഇത് 4s², അതിൽ മാറ്റമൊന്നുമില്ല, -2s -2s + 1. ഇനി അപ്പോൾ നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ രണ്ട് ടേമുകൾ വെച്ചിട്ട് അതിൽ നിന്നും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഈക്വൽ ടു 4s² നിന്നും പുറത്തേക്ക് എടുക്കാൻ നമുക്ക് 2s പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അവിടെ 2s പുറത്തേക്ക് എടുത്തു. 2s ഇൻറ്റു 4s² 2s പോയിട്ട് ബാക്കി 2s മൈനസ് 2s നിന്നും 2s പോയി, അപ്പോൾ അവിടെ 1 -2s 1ഉം ആണുള്ളത്. അതിൽ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ 1 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1 പുറത്തേക്ക് എടുത്തു. അതായത് ഇപ്പോൾ നമ്മൾ സൈൻ കൊടുത്തേക്കുന്ന മൈനസ് ആണ്, അതുകൊണ്ട് തന്നെ -1 പുറത്തേക്ക് എടുത്തു. ഇൻറ്റു ബാക്കി കിട്ടുന്നത് -2s നിന്നും -1 പുറത്തേക്ക് എടുത്തു 2s. പിന്നെ 1 നിന്നും -1 പുറത്തേക്ക് എടുത്തു, അപ്പോൾ ഈ 1ന്റെ സൈൻ മൈനസ് ആവും, -1. ഇതിലെന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഇതിനെ ഗുണിച്ച് നോക്കിയാൽ മതി. -1 ഇൻറ്റു 2s -2s എന്നും -1 ഇൻറ്റു -1 +1 എന്നും കിട്ടും. അപ്പോൾ ഇനി നമുക്കിവിടെ രണ്ട് ടേമാണുള്ളത്. ഈ രണ്ട് ടേമിൽ നിന്നും
കോമൺ ആയിട്ടുള്ള പുറത്തേക്ക് എടുക്കും. അവിടെ കോമൺ ആയിട്ടുള്ളത് നമുക്ക് 2s മൈനസ് 1 ഈ രണ്ട് ടേമിലും കോമൺ ആണ്. അപ്പോൾ 2s മൈനസ് 1 പുറത്തേക്ക് എടുക്കും. 2s മൈനസ് 1 ഇൻറ്റു ഫസ്റ്റ് ടേമിൽ 2s മൈനസ് 1 പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് 2s. 2s ഇൻറ്റു 2s മൈനസ് 1 അതിൽ 2s മൈനസ് ഇട്ടു. മൈനസ് 1 ഇൻറ്റു 2s മൈനസ് 1 ആ ടൈമിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് 2s മൈനസ് 1 പുറത്തേക്ക് എടുക്കും. ബാക്കിയുള്ളത് 1. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2s മൈനസ് 1 ഇൻറ്റു 2s മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സീറോസും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 2s മൈനസ് 1 ഈക്വൽ ടു 0. ഇനി ഇപ്പുറത്ത് എഴുതിയാലും ഓർ 2s മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതേണ്ടത്, അതുകൊണ്ട് അത് എഴുതുന്നില്ല. അപ്പോൾ 2s ഈക്വൽ ടു മൈനസ് 1 അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ പ്ലസ് 1 ആയി 1. അതുകൊണ്ട് s ഈക്വൽ ടു 1/2. അപ്പോൾ ഇവിടുത്തെ സീറോസ് 1/2 ആൻഡ് 1/2 തന്നെ. ഇനി സമ്മും പ്രോഡക്റ്റും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സം ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ് ഇക്വേഷൻ. മൈനസ് ബി ബൈ എ, മൈനസ് ബി എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ മൈനസ് ഓഫ് -4 ഡിവൈഡഡ് ബൈ എ ഇവിടെ 4 ആണ്. 4 ഈക്വൽ ടു 4/4 ഈക്വൽ ടു 1. ഇനി നമ്മൾ സൊല്യൂഷനകത്തെ സം നോക്കാം. സം ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് സീറോസ് 1/2 ആണ്. അതായത് 1/2 പ്ലസ് 1/2 ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1. അപ്പോൾ ഇത് ശരിയാണ്. ഇനി പ്രൊഡക്റ്റ് നോക്കാം. പ്രൊഡക്റ്റ് ഈക്വൽ ടു സി ബൈ എ ഈക്വൽ ടു ഇവിടുത്തെ സി എന്ന് പറയുന്നത് 1 ആണ്. 1/a 4 ആണ്. സി ബൈ എ ഈസ് ഈക്വൽ, അത് പ്രൊഡക്റ്റ് ഈക്വൽ ടു 1/4 ആണ്. ഇനി സൊല്യൂഷനകത്തെ പ്രൊഡക്റ്റ് നോക്കാം. ഈക്വൽ ടു കിട്ടിയിരുന്നത് 1/2 ആണ്. അതായത് 1/2 ഇൻറ്റു 1/2 ഈക്വൽ ടു 1/4. അപ്പോൾ ഇതിലെ അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6x² മൈനസ് 3 മൈനസ് 7x. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഈ ഇക്വേഷനിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല കിടക്കുന്നത്. അതായത് ax² പ്ലസ് bx പ്ലസ് c എന്ന ഫോമിലല്ല. അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ 6x², ഇനി എക്സിൻ്റെ ടൈം, അപ്പോൾ മൈനസ് 7x മൈനസ് 3 എന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റി. നമുക്ക് ചെയ്ത് നോക്കാം. സം ഇവിടുത്തെ സം ഈസ് ഈക്വൽ ടു -7 ആണ്. അതുപോലെ പ്രൊഡക്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം എയുടെ ടൈമും ലാസ്റ്റ് ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 ഇൻറ്റു 3 ഇൻറ്റു 6 18 ആണ്. അവിടെ 3 മൈനസ് ആയതുകൊണ്ട് -18. ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൻ്റെ സൈൻ മൈനസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് നമ്പറിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ സമ്മായിട്ട് കിട്ടേണ്ടത്. അതായത് മൈനസും പ്ലസും ആഡ് ചെയ്യുന്ന സാധാരണ സംഭവം തന്നെ. അപ്പോൾ ഇവിടെ നമുക്കിനി രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ 18 കിട്ടാൻ വേണ്ടി നോക്കേണ്ട നമ്പർ 1 ഇൻറ്റു 18 ഈക്വൽ ടു 18 ആണ്. പക്ഷേ 18 നിന്നും 1 കുറച്ചാൽ 18 മൈനസ് 1 ഈസ് ഈക്വൽ നമുക്ക് 7 അല്ല. പിന്നെ നോക്കേണ്ടത് അടുത്ത പാർട്ടേഴ്സ് 2 ഇൻറ്റു 9 ഈക്വൽ ടു 18 ആണ്. അപ്പോൾ 9 മൈനസ് 2 നമുക്ക് 7 കിട്ടും. അപ്പോൾ നമ്മൾ സൈൻ ചിന്തിക്കേണ്ട, 9 മൈനസ് 2 7 ആണ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് രണ്ടെണ്ണം സെലക്ട് ചെയ്തു. 2 9 ആണ് നമ്പേഴ്സ്. ഇനി ചിന്തിക്കേണ്ട കാര്യം അവിടെ 7ൻ്റെ സൈൻ മൈനസ് ആണ്. അപ്പോൾ അബ്സൊല്യൂട്ട് വാല്യൂ വലിയ നമ്പറിൻ്റെ സൈൻ ആയിരിക്കും നമ്മൾ ആൻസറിൽ കൊടുക്കുക, നെഗറ്റീവ് പോസിറ്റീവും ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ നമ്പറായ 9ൻ്റെ സൈൻ ആയിരിക്കും നെഗറ്റീവ് വരിക. അപ്പോൾ നമുക്ക് ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈക്വൽ ടു 6x² മൈനസ് 9x പ്ലസ് 2x മൈനസ് 3. ഇക്വേഷൻ 6x² മൈനസ് 9x പ്ലസ് 2x ഈ -3 എന്നായി മാറി. കാരണം -9ഉം +2 കൂടെ കൂട്ടിയാലാണ് ആൻസർ നമുക്ക് -7 കിട്ടുക. ഇനി നമുക്ക് ഓരോ ടൈമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ടൈമിൽ നിന്നും കോമൺ ആയിട്ടുള്ള പുറത്തേക്ക് എടുക്കാം. ഈക്വൽ ടു 6x² 9x ഉണ്ട്, അതിൽ കോമൺ ആയിട്ട് നമുക്ക് 3x പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 3x ഇൻറ്റു 6x² എന്നും 3x പോയാൽ ബാക്കിയുള്ളത് 2x മൈനസ് 9xൽ നിന്നും 3x പോയി, ബാക്കിയുള്ളത് 3. ഇവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാനൊന്നുമില്ല, അതുകൊണ്ട് 1 ഇട്ടു. 1 ഇൻറ്റു 2x മൈനസ് 3 ഈക്വൽ ടു, ഇനി ഈ രണ്ട് ടൈം അതിൽ നമുക്ക് ചെയ്യാനുള്ളത് 2x മൈനസ് 3 രണ്ട് ടൈമിലും കോമൺ ആണ്. അപ്പോൾ 2x മൈനസ് 3 പുറത്തേക്ക് എടുത്തു.
2x മൈനസ് 3 ഇൻറ്റു ആദ്യത്തെ ടൈമിൽ 3x പ്ലസ് 1. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമ്മളിതിനെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി മാറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടി 2x മൈനസ് 3യും 3x പ്ലസ് 1ഉം കിട്ടി. അപ്പോൾ നമുക്കിവിടെ പോളിനോമിയലിനെ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നൊരു രൂപത്തിൽ എഴുതുവാണെങ്കിൽ നമുക്ക് 2x മൈനസ് 3 ഇൻറ്റു 3x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന ഫോം കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ 2x മൈനസ് 3 ഈക്വൽ ടു 0, അതായത് 2x ഈക്വൽ ടു മൈനസ് 3 റൈറ്റ് സൈഡിൽ പോകുന്നു 3, അതായത് എക്സ് ഈക്വൽ ടു 3/2 എന്ന ആൻസർ കിട്ടുന്നു. ഇനി ഓർ അടുത്ത ഇക്വേഷൻ 3x പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 3x ഈക്വൽ ടു പ്ലസ് 1 റൈറ്റ് സൈഡിൽ പോകുന്നു, അപ്പോൾ മൈനസ് 1. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 3. എക്സ് ഈക്വൽ ടു 3/2 എക്സ് ഈക്വൽ ടു മൈനസ് 1/3 നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ സീറോസ് ആർ 3/2 ആൻഡ് 1/3. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. സം ഈക്വൽ ടു മൈനസ് ബി ബൈ എ, അതായത് കോയിഫിഷ്യന്റ് ഓഫ് മിഡിൽ ടേം മൈനസ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് മിഡിൽ ടേം ഡിവൈഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ബി ബൈ എയിൽ നമ്മുടെ ഒരു ബി നമുക്ക് മൈനസ് 7 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 7 ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് 6 ആണ്. 7/6 എന്ന ആൻസർ കിട്ടുന്നു. ഇനി നമുക്ക് കിട്ടിയ സീറോസിലെ വാല്യൂ ചെക്ക് ചെയ്തു. അവിടുത്തെ സം ഈക്വൽ ടു നമുക്ക് കിട്ടിയ വാല്യൂസ് 3/2ഉം മൈനസ് 1/3 ആണ്. അപ്പോൾ 3/2 പ്ലസ് മൈനസ് 1/3 ഈക്വൽ ടു 3 ഇൻറ്റു 3 9 മൈനസ് 1 ഇൻറ്റു 2 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 6. That's equal to minus 9 minus 2 7 divided by 6. ഇപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തു, സം ഇവിടെ കറക്റ്റ് ആണ് കിട്ടിയത്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം. ഈക്വൽ ടു സി ബൈ എ ആണ്. ഈക്വൽ ടു ഇവിടുത്തെ സി എന്ന് പറയുന്നത് മൈനസ് 3 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് 6 ഈക്വൽ ടു മൈനസ് 1/2. ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടിയ ഇക്വേഷനിലെ പ്രോഡക്റ്റ്, ഇക്വേഷനിലല്ല നമ്മുടെ സീറോസ് കണ്ടുപിടിച്ച സീറോസിലെ പ്രോഡക്റ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ സീറോസ് 3/2 ഇൻറ്റു മൈനസ് 1/3. അപ്പോൾ നമുക്കിവിടെ 3നെ കട്ട് ചെയ്യാം. ഈ 3നെ കട്ട് ചെയ്തു ഈക്വൽ ടു മൈനസ് 1/2 എന്ന് ആൻസർ കിട്ടി. ഇവിടെ പ്രോഡക്റ്റും വെരിഫൈ ചെയ്തു. ഇക്വേഷനിൽ നിന്ന് സമ്മ് കണ്ടുപിടിക്കുന്ന ആ സമ്മും സീറോസ് കണ്ടുപിടിച്ചിട്ട് സീറോസിൻ്റെ സമ്മും നമ്മൾ വെരിഫൈ ചെയ്തു. അതുപോലെ പ്രോഡക്റ്റും ഇക്വേഷനിലെ സി ബൈ എ എന്നുള്ള കാര്യം വെച്ച് കണ്ടുപിടിച്ച പ്രോഡക്റ്റും, അതുപോലെ നമ്മൾ സീറോസ് കണ്ടുപിടിച്ചു, ആ ആൻസറിൻ്റെ എക്സിൻ്റെ വാല്യൂ കൊടുത്ത് അതിൻ്റെ പ്രോഡക്റ്റും കണ്ടുപിടിച്ചു. അത് രണ്ട് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വേഷൻ നമ്മൾ വെരിഫൈ ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്ത് 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അത് കംപ്ലീറ്റ് ആക്കണ വീണ്ടും 3 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതുകൂടെ ചെയ്തപ്പോഴത്തേക്കും വീഡിയോ വല്ലാണ്ട് നീണ്ടുപോകും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ